നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രഥമ സാറിന്റെ മോളാണ് ചേച്ചി, രതിക. ആ, ഇതാണോ രതിക? രാജു എപ്പോഴും പറയാറുണ്ട്. പിന്നെ ന്യൂസിലൊക്കെ എന്തൊക്കെയോ കണ്ടിരുന്നു. പക്ഷേ ആളുടെ മുഖം പെട്ടെന്നങ്ങ് ഓർമ്മ വന്നില്ല. രാജു എല്ലാ മാസവും വാടക കയറുന്നതല്ലേ, അപ്പൊ മെയിന്റനൻസ് വകയിലേക്കാന്ന് കരുതിയാ മതി. രമ്യ, എന്റെ മുറിയിലും കർട്ടനും ബെഡ്ഷീറ്റും ഒക്കെ മാറാറായതാണ് കേട്ടോ. അതിനെന്താ, അവിടെ നമുക്ക് പുതിയത് വാങ്ങിക്കാലോ. നീ ഒന്ന് മിണ്ടാതിരിക്കേണ്ട പ്രിയേ, വെറുതെ ഓരോന്നും. ഇവിടെ എന്ത് പറയണമെന്ന് ഒരു നോട്ടോ ഇല്ല. അയ്യോ മോളെ, മോൾക്കേ ആന്റി വേറെ പഴം വാങ്ങിത്തരാമേ. ആന്റി മോൾക്ക് ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ഒക്കെ വാങ്ങിത്തരാം. ഇതേ രാജു അങ്കിളിനും ആന്റിക്കും കഴിക്കാനുള്ളതാ. ആന്റി ഫ്രൂട്ട്സ് ഇന്ന് തന്നെ വാങ്ങിച്ചേരോ? ഗോഡ് പ്രോമിസ്. ആന്റി ഇന്ന് തന്നെ വാങ്ങിച്ചുതരാം. മോള് പോയിരുന്നു പഠിച്ചോ. ഓ, ഇരട്ടപ്പഴം. രാജുവായിട്ടുള്ള വിവാഹം നടക്കാൻ പൂജാരി പൂജിച്ച് നൽകിയതായിരിക്കും അല്ലേ? അതെ. കാളിദാസൻ പൂജാരി ഇരട്ടപ്പഴം പൂജിച്ചു തന്ന അച്ചട്ടാ. എന്റെയും ജേട്ടന്റെയും കല്യാണത്തിന് മുൻപ് ഞങ്ങള് കഴിച്ചതല്ലേ? ആണോ? ആ, എങ്കിലേ ഞാൻ രാജുവിന്റെ മുറിയിലേക്ക് പോട്ടെ അമ്മേ. മാഡം, ട്യൂഷനുള്ള ബുക്സ് ഒക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതെന്താ രാജു അങ്ങനെ ചോദിച്ചത്? ഒരിക്കലും ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എപ്പോഴും എനിക്ക് എങ്ങനെ പറ്റൂന്നാണോ രാജു വിചാരിക്കുന്നത്? ഞാൻ അത്രയ്ക്ക് ഫൂളാണെന്നാണോ രാജു കരുതിയിരിക്കുന്നത്? അയ്യോ മാഡം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ബുക്സിന്റെ കാര്യം ചോദിച്ചത്. മതി മതി, മനഃപൂർവ്വം എന്നെ പരിഹസിക്കാനായി ചോദിച്ചിട്ട് ന്യായീകരിക്കൊന്നും വേണ്ട. രാജു എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മാഡം എന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിക്കും. പക്ഷെ ഞാൻ പറയുന്നതിന്റെ പോസിറ്റീവ് സൈഡ് മാഡം ചിന്തിക്കാറേയില്ല. രാജു, നിനക്കൊരു വിചാരമുണ്ട്, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും സ്മാർട്ട് എന്ന്. ആ വിചാരം നീ അങ്ങ് മാറ്റി വെച്ചിട്ട് എന്നോട് സംസാരിക്കുന്നതാവും നല്ലത്. ശരിക്കും മാഡത്തിന്റെ എന്നെ കുറിച്ചുള്ള ഇങ്ങനത്തെ ധാരണകളാണ് തെറ്റ്. ഞാൻ വലിയവനാണെന്നുള്ള ഒരു ഭാവവും എനിക്കില്ല. ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാ, പാവപ്പെട്ട രാജു. പാവപ്പെട്ടവനാണ് പാവമെന്നൊക്കെ കാണുന്നവർക്കും കൂടി തോന്നണ്ടേ? എന്റെ അച്ഛന്റെ കൂടെയുള്ള രാജുവിന്റെ നടപ്പ് കണ്ടാ തോന്നും അച്ഛന്റെ മകനാണ് രാജു എന്ന്. അത് മാഡത്തിന്റെ അസൂയ കൊണ്ട് തോന്നുക. എനിക്ക് അസൂയയോ? അത് നിന്നോട്? അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ രാജുവിനൊപ്പം ട്യൂഷന് വരുന്നത്. തനിയെ പഠിച്ച് പരീക്ഷ എഴുതാനുള്ള ടാലന്റ് ഒക്കെ എനിക്കുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല മാഡം. തനിയെ പഠിച്ച് ജയിക്കാനുള്ള ടാലന്റ് ഒക്കെ മാഡത്തിനുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണമെന്നേ ഉള്ളൂ. ഓ, ഇങ്ങനെ ഉപദേശിക്കില്ല രാജു, എന്റെ തല പുകയുന്നു. രാജു, നേരെ നോക്കി വണ്ടി ഓടിക്ക്. ആ ശരി മാഡം, മാഡം പറയുന്ന പോലെ. ഗുഡ്.
ഇപ്പോഴാണ് എന്റെ രാജുവിന്റെ മുറി വൃത്തിയായത്. മഞ്ജുജി. എടാ രാജു, നീ പുതിയ കാർ വാങ്ങിച്ചോ? അയ്യോ മഞ്ജുജി, ഇത് എന്റെ കാറൊന്നുമല്ല, നമ്മുടെ മിനിസ്റ്ററുടെ. പ്രതാപൻ സാറിന്റെയോ? അതെ മാഡം. ഇതേതാ കുട്ടി? പ്രഥമ സാറിന്റെ മോളാണ് ചേച്ചി, രതിക. ആ, ഇതാണോ രതിക? രാജു എപ്പോഴും പറയാറുണ്ട്. പിന്നെ ന്യൂസിലൊക്കെ എന്തൊക്കെയോ കണ്ടിരുന്നു. പക്ഷേ ആളുടെ മുഖം പെട്ടെന്നങ്ങ് ഓർമ്മ വന്നില്ല. അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ചേച്ചി? മാഡം സപ്ലിമെന്ററി എക്സാം എഴുതുന്നുണ്ട്. അങ്ങനെ തന്നെ വേണ്ടത്. ജീവിതം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു പോരാട്ടമല്ലേ? ഈ തെരുവിലുള്ള ഓരോരുത്തരുടെയും കഥ അങ്ങനെയാ. ഞാനടക്കം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം ഒറ്റയ്ക്ക് പോരാടി നേടിയവരാ എല്ലാവരും. ഇവനിനി എനിക്ക് ട്യൂഷൻ തരാൻ വന്നതാണെന്ന് കൂടി പറയാതിരുന്ന മതിയായിരുന്നു. എനിവേ, വെരി ഗ്ലാഡ് ടു മീറ്റ് യു മാഡം. ഐ എം മഞ്ജു, ഇവിടുത്തെ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാ. താങ്ക് യു. അതെ, ഈ കോംപ്ലിമെന്റ് ചുമ്മാതല്ല കേട്ടോ. ട്രാൻസ്ഫറോ പ്രൊമോഷനോ എന്തെങ്കിലും വേണ്ടി വരുമ്പോ ഞാൻ മാഡത്തിനെ വിളിക്കും. നല്ല സ്ട്രോങ് ആയിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കണം അച്ഛന്റെ അടുത്ത്. പോട്ടെ മാഡം, ഡ്യൂട്ടിക്ക് സമയമായി. ശരി, പോയിട്ട് വരാം രാജു. ശരി. രാജുവിന്റെ ബന്ധു അത്? അതെന്താ മാഡം അങ്ങനെ ചോദിച്ചത്? ചേച്ചി എന്നൊക്കെ വിളിച്ചപ്പോ. ഇവിടെ എനിക്ക് എത്ര ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടെന്നോ, അതുപോലെ അമ്മമാര്, സഹോദരങ്ങള്. എന്തായി പറയുന്നേ? ഈ കോളനിയിലുള്ള എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് ഞാൻ, എല്ലാവരുടെയും ബന്ധു. ഓഹോ, എല്ലാവരുടെയും ബന്ധുവൊക്കെ ആയിക്കോ. പക്ഷേ ചില നേരത്ത് നീ എനിക്ക് ഒന്നാം തരം ശത്രുവാ. അതെന്താ മാഡം? എന്താ, ഞാൻ ശത്രു അല്ലെന്ന് പറയണോ? അതല്ല പിന്നെ ഒരാള് ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയുമ്പോ സെയിം ടു യു എന്നോ നൈസ് ടു മീറ്റ് യു എന്നോ പറയുന്നതാ കൂടുതൽ മര്യാദ. താങ്ക് യു അല്പം പൊങ്ങച്ചായി പോവും. മാഡം, ഞാൻ പറഞ്ഞത്. രാജു വണ്ടി എടുക്ക. ട്യൂഷനൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. കയറും മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.